ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ കെട്ടുന്നവരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് നൈറ്റ് അയ്യപ്പവിളക്ക് നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വായനശാല തന്നെയാണ് കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇപ്രാവശ്യം നമ്മുടെ വായനശാല അയ്യപ്പവിളക്കും അതേപോലെ നമ്മുടെ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് അയ്യപ്പവിളക്കും ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വായനശാലയിലത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കേട്ടോ. എന്താ പറയുക, കഴിഞ്ഞ കൊല്ലമൊന്നും ഉണ്ടായിരുന്ന അത്ര പോലും ആൾക്കാരുണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമായിരുന്നു കേട്ടോ അതിനൊക്കെ നടക്കാനായിട്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ തിക്കും തിരക്കായിരുന്നു. നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ അയ്യപ്പവിളക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏട്ടനും കൂടി മലയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. താലം പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. നമ്മൾ 3 മണി മുതലാണ് നമ്മുടെ മനക്കിൽ വെച്ചിട്ട് താലം സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് മുതൽ 9 മണി വരെയും ഈ നിൽക്കൽ തന്നെയാവും കേട്ടോ. നിൽക്കുക നടക്കുക തന്നെയായിരിക്കും. ഭയങ്കര കാലുകടച്ചിലൊക്കെ ആയിരിക്കും. ഒരു വർഷം എന്താ പറയുക താലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമാണ്. നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മളെന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ അങ്ങ് തീരും എന്നാണ് കേട്ടോ വിശ്വാസമുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഏട്ടനാണ് നമ്മുടെ വിളക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലക്കൊമ്പ് പിടിക്കാനും ആൾക്കാർ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു താലം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും പാട്ട് ഓഫ് ചെയ്ത് നമ്മുടെ അയ്യപ്പവിളക്കിൻ്റെ അവിടുത്തെ പാട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ താലം എത്തണതായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം 7:30 ആകുമ്പോഴാണ് കേട്ടോ പാട്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. അരമണിക്കൂറോളം ലേറ്റ് ആയിരുന്നു. താലെത്തുന്നതിന് മുന്നേ നമ്മുടെ അയ്യപ്പവിളക്കിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്തിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് കുറേ ഡാൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഡാൻസ് എന്ന് പറയണത് ഉടുക്ക് കൊട്ടിയിട്ടുള്ള പാട്ടും ഡാൻസൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. നമ്മുടെ എന്താ പറയുക വാവരും അയ്യപ്പനും വേറൊരാളും കൂടി ഉണ്ട്. അയാളും കൂടിയിട്ട് എന്താ പറയുക വാളൊക്കെ എടുത്തിട്ട് തുള്ളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇപ്രാവശ്യം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഉള്ളിലേക്കൊന്നും ഞങ്ങൾ അങ്ങനെ കടന്നില്ല കേട്ടോ. ലാസ്റ്റാണ് ഞങ്ങൾ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. വെളിച്ചപ്പാട് ഒഴിഞ്ഞിടാനൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറമെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ വീഡിയോ എടുത്തിട്ടുള്ളത്. രാത്രി മാത്രമല്ല കേട്ടോ, പുലർച്ചെ ഇവിടെ പരിപാടികളുണ്ട്. വെട്ടും തടവെന്ന് പറയും കേട്ടോ. അയ്യപ്പനും അവരൊക്കെ കൂടിയിട്ട് വേറെ എന്തോ പരിപാടികളാണ്. അത് ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം പോയി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആമിക്കുട്ടി ഉള്ളത് കാരണം, അവൾക്ക് ഫീഡ് ചെയ്യണത് കാരണം അവൾ സമ്മതിക്കത്തില്ല. പിന്നെ ആമിക്കുട്ടിക്ക് ബോളാണ് കേട്ടോ. അവൾക്ക് സാധാരണ എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഈ പാവക്കുട്ടികൾ അങ്ങനത്തേനോടൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ക്രൈസ് ഉണ്ടാവുക. പക്ഷെ എൻ്റെ മോൾക്ക് എവിടെ പോയാലും ബോള് മാത്രം അവൾക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്കൊരു ബോൾ മേടിച്ചു കൊടുത്തു. ഞാൻ അവൾക്ക് ഡോക്ടർ സെറ്റ് മേടിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഡോക്ടർ സെറ്റിന്. അപ്പോൾ ഞാൻ മീഷോയിൽ നല്ലൊരു സംഭവം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓർഡർ ചെയ്യണം വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ അലുവ, മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ മറ്റേ തേൻ മിഠായി ഉണ്ടല്ലോ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പലഹാരം വിൽക്കുന്ന ആൾക്കാരുടെ മാർക്കറ്റിംഗ് എന്ന് പറയണത് അലുവയാണ് കേട്ടോ. അലുവയ്ക്ക് എന്തൊരു റേറ്റാണെന്നറിയോ? ചെറിയൊരു കഷ്ണം അലുവയ്ക്ക് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കറുത്തലുവയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് അലുവയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കി ചന്ദ്രനെ നോക്കി, എന്ത് രസമാണ് കാണാനല്ലേ. ആ വട്ടത്തിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു തീഗോളം നിൽക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നിട്ട് ഫുള്ളിങ്ങനെ പ്രകാശിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചോറുണ്ടിട്ട് വീണ്ടും ഞങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടാ അപ്പോഴത്തേനും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് വെട്ടും തടവാണ്. അതൊരു പുലർച്ചെ 2 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ തോന്നുന്നു തുടങ്ങുക. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. ചിന്നു ചേച്ചിയുടെ കുട്ടിയാണ്. ചിന്നു ചേച്ചി ബാക്കിൽ നിന്ന് നോക്കണുണ്ട് കേട്ടോ. അങ്ങ് കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇജുട്ടനാണ് കേട്ടോ. ഇജയ് എന്നാണ് കേട്ടോ അവൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി തോഴണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ വ്ളോഗ് വന്നിട്ട് ഏട്ടൻ്റെ വ്ളോഗുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഏട്ടൻ ഇവിടുന്ന് പോണതും അവിടെ അമ്പലങ്ങളിലേക്ക് പോണതും പിന്നെ ശബരിമലയിലേക്ക് പോണതും പമ്പയിലേക്ക് എത്തണതും അവിടെ ഉരിക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആയിട്ടൊരു വീഡിയോ വഴിയേ വരുന്നുണ്ട്.
ഒട്ടുമിക്ക ലേഡീസും ശബരിമലയിൽ പോവാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണേ. അപ്പോൾ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.